ഉദഹിയത്തിന്റെ ചില മസാലകൾ നമുക്ക് പഠിക്കാം. ഉദഹിയത്ത് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്തുൻ മുഅക്കദ, ശക്തിയായ സുന്നത്തുള്ള ഒരു വിഷയമാണ്. സാധാരണ സുന്നത്ത് പോലെയല്ല. സുന്നത്തും മുഅക്കദ എന്ന് പറഞ്ഞാൽ പ്രത്യേകം അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലമുള്ള ഒരു സുന്നത്താണ്. അങ്ങനെയുള്ള ഒരു സുന്നത്തിൽ പെട്ടതാണ് ഉദഹിയത്ത് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഷാഫി മദ്ഹബിന്റെ ആളുകൾക്കാണ്. ഹനഫി മദ്ഹബിന്റെ ആളുകൾക്ക്, ആവതുള്ള ആളുകൾക്ക് ഉദഹിയത്ത് അറുത്ത് കൊടുക്കൽ നിർബന്ധം. നമുക്ക് സുന്നത്താണ്, സുന്നത്തും മുഅക്കദയാണ്. പിന്നെ ഷാഫി മദ്ഹബിൽ അത് നിർബന്ധം. ഹബീബായ ഹനഫി മദ്ഹബിൽ നിർബന്ധമാണ്. പിന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉദഹിയത്ത് എന്നത് നിർബന്ധമായിരുന്നു. റസൂലുള്ളാഹിക്ക് നിർബന്ധമായിരുന്നു. അതുപോലെ തഹജ്ജുദ് നിസ്കാരം നമുക്ക് സുന്നത്താണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് നിർബന്ധമായിരുന്നു. തഹജ്ജുദ് നിസ്കാരം വിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അമലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുത്തെ ജീവിതത്തിൽ ഉദഹിയത്ത് അറുത്ത് കൊടുത്ത ഒരുപാട് സംഭവങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി കബ്ശൈനി അംലഹൈനി അഖറനൈനി, ഹദീസാണ്, സഹിയായ ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ 2 ആടുകൾ ഉദഹിയത്ത് അറുത്ത് കൊടുത്തു. ഇത് ഏത് 2 ആടുകളാണ്? അംലഹൈനി, അത് കറുപ്പും പിന്നെ അതുപോലെ വെളുപ്പും മിക്സായ കളറുള്ള ആടുകൾ. പിന്നെ അഖറനൈനി, 2 കൊമ്പുള്ള ആടുകളായിരുന്നു. മാത്രമല്ല അത് റസൂലുള്ളാഹി തങ്ങൾ സ്വന്തം കൈകൊണ്ട് തന്നെ ആ 2 ആടിനെ അറുത്തു എന്നൊക്കെ ഈ ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് 2 ആടുകളെ അറുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇതിൽ 1 ആട് എന്റെ ഉദഹിയത്താണ്, പിന്നൊരാട് എന്റെ ഉമ്മത്തികളിൽ നിന്നിട്ട് ഉദഹിയത്ത് അറുക്കാൻ ആവതിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ അറുത്തു കൊടുക്കുന്ന ഉദഹിയത്താണ് ഇത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതൊക്കെ സഹിയായ ഇമാം മുസ്ലിമും അതുപോലെ ബുഖാരിയും തിർമിദിയും റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഹദീസുകൾ. റസൂലുള്ളാഹി തങ്ങൾ സ്വന്തമായി തന്നെ ഉദഹിയത്ത് അറുത്തു കൊടുത്ത ഒരുപാട് സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ഏതാവട്ടെ നമുക്ക് അത് സുന്നത്തും മുഅക്കദയാണ്. പിന്നെ ഹനഫി മദ്ഹബുകാർക്ക് ഇത് നിർബന്ധം. സുന്നത്ത് മുഅക്കദാവാൻ കാരണം, പിന്നെ ഷാഫി മദ്ഹബിൽ അത് അങ്ങനെ ആവാൻ കാരണം, റസൂലുള്ളാഹി തങ്ങളുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ ഉമർ തങ്ങൾ ഉദഹിയത്ത് അറുത്ത് കൊടുത്തതായ ഒരു സംഭവം കാണുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദഹിയത്ത് അറുത്ത് കൊടുത്ത ഒരു സംഭവം, അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദഹിയത്ത് അറുത്ത് കൊടുത്ത ഒരു സംഭവം ഹദീസിന്റെ കിതാബിൽ കാണുന്നില്ല. അപ്പൊ നിർബന്ധമാവുമായിരുന്നുവെങ്കിൽ ഇവരും നിർബന്ധമായി ചെയ്യുമായിരുന്നു. സിദ്ദീഖുകളും ഉമർ തങ്ങളും നിർബന്ധമായി ചെയ്യുമായിരുന്നു. അപ്പൊ അവർ ചെയ്യാത്തത് കൊണ്ട്, അവർ ചെയ്തത് കാണാത്തത് കൊണ്ട് ഷാഫി മദ്ഹബിൽ അതൊരു സുന്നത്തും മുഅക്കദായ ഒരു അമലായി, പ്രവർത്തനമായി ഷാഫി മദ്ഹബ് ഇമാം നമ്മെ അത് പഠിപ്പിച്ചു. പിന്നെ നമുക്ക് പാടുണ്ട്, സിദ്ദീഖുകൾ ചെയ്യാത്തതൊന്നും ഉമർ തങ്ങൾ ചെയ്യാത്തതൊന്നും ദീനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരാൾക്ക് ഇപ്പൊ പറയുന്നല്ല, അല്ലെ, മീലാദുൻ നബി സിദ്ദീഖ് തങ്ങളാക്കിയ, മീലാദുൻ നബി ഉമർ തങ്ങളാക്കിയ. അവരോട് നമുക്ക് ചോദിക്കാം, സിദ്ദീഖുകൾ ഉദഹിയത്ത് അറുത്ത് കൊടുത്തിട്ടുണ്ടോ? സിദ്ദീഖുകൾ ഉമർ തങ്ങൾ ഉദഹിയത്ത് അറുത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവർ ചെയ്യാത്തത് ഇപ്പൊ നമ്മൾ സുന്നത്തായി ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ ആളുകളും, എല്ലാ പിന്നെ പ്രസ്ഥാനക്കാരും ഉദഹിയത്ത് അറുത്ത് കൊടുക്കുന്നവരാണ്. നമ്മളെക്കാൾ ഉഷാറായിട്ട് ഓരോ അർത്ഥ കൊടുക്കുന്നുണ്ട്, നമ്മളെക്കാൾ ഉഷാറായിട്ട് ചിലപ്പോ ഓരോ അർത്ഥ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അപ്പൊ അവരോട് ഉപയോഗിക്കാം, അത് സിദ്ദീഖുകൾ ചെയ്തരാം, ഉമർ തങ്ങൾ ചെയ്തരാം. ഇല്ല, ഒറ്റ ഹദീസിലും ഒറ്റ അഥറിലും ഉമർ തങ്ങളോ സിദ്ദീഖുകളോ റസൂലുള്ളാഹി തങ്ങളുടെ കാലശേഷം ഉദഹിയത്ത് അറുത്ത് കൊടുത്തതായി സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉദഹിയത്ത് ഇല്ലാന്നല്ല, ഉദഹിയത്ത് സുന്നത്താണ്. അതുകൊണ്ട് ഷാഫി പറഞ്ഞു ഉദഹിയത്ത് എന്നത് സുന്നത്തും മുഅക്കദയാണ്. ഹനഫി ഇമാം പറഞ്ഞു റസൂലുള്ളാഹി കൊടുത്തത് കൊണ്ട് അത് ആവതുള്ള ആളുകൾക്ക് പിന്നെ നിർബന്ധമാണ് എന്നതാണ്. എന്റെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ച്, സാറേ പരക്കാരന് അർത്ഥം കൊടുക്കുന്നുണ്ടെങ്കിൽ പരക്കാരന് അർത്ഥം കൊടുക്കാണ്, എന്നാൽ ആ പരയിലുള്ള മക്കള്, ഭാര്യ ഓരോക്കെയും മുടിയെടുക്കൽ നഗെടുക്കൽ പറ്റുമോ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെ. ഞാനിപ്പോ അർത്ഥം കൊടുക്കുന്നുണ്ട്, അപ്പൊ എന്റെ വീട്ടിലുള്ള ഭാര്യ മക്കൾ ഓരോ മുടിയെടുക്കാൻ പറ്റുമോ, അതുപോലെ നഗെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം.
അപ്പോ കൊലക്കാരന് അർത്ഥം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ എക്സാമ്പിളായി പറയാം, നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചപ്പോ ആ മയ്യത്തിന്റെ പേരിലും മയ്യത്ത് നിസ്കരിക്കുക എന്നത് അത് ഫർദ് കിഫായയാണ്. ഒരാൾ ചെയ്താൽ നാട്ടുകാർ മുഴുവൻ തെറ്റിൽ നിന്ന് ഒഴിവായി. അതാണ് ഫർദ് കിഫായ. അതുപോലെ ഫർദ് ഐനാണ്. ഇപ്പൊ നമ്മൾ സുബഹി നിസ്കരിച്ച നിസ്കാരം അത് ഓരോരുത്തർക്ക് ഫർദ് ഐനായ നിസ്കാരമാണ്. അവനവൻ നിസ്കരിച്ചാലല്ലാതെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുക. എന്റെ വീട്ടിൽ ഒരാൾ നിസ്കരിച്ചാല് ഞാൻ നിസ്കരിക്കാതിരിക്കണമെന്നില്ല, എല്ലാവരും നിസ്കരിക്കണം. അതുപോലെ ഒതിയെത്തുന്നത് അങ്ങനെയാണ്. കൊലക്കാരന്റെ അടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സുന്നത്തു അയ്യനാണ്. അതേ സമയത്ത് ഒരു കൊലക്കാരന് അടുത്ത് കൊടുത്താൽ മറ്റുള്ള കൊലക്കാരുടെ മേലിൽ ബാധ്യതയായ അതിൽ നിന്ന് അവർ ഒഴിവാകും. സുന്നത്തു കിഫായ എന്ന് പറഞ്ഞു. സുന്നത്തു കിഫായ കൊലക്കാരൻ അടുത്താൽ മറ്റുള്ള കൊലക്കാരോട്, ഭാര്യയോട്, അതുപോലെ മകനോട് നീ അറക്ക് എന്ന ആ ഒരു തേറ്റത്തിൽ നിന്ന് അവർ ഒഴിവാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കൊലക്കാരൻ അറക്കാൻ വേണ്ടിയിട്ട് നിയന്ത്രി ചെയ്താൽ അത് മുടിയെടുക്കലും നഗെടുക്കലും ആ വിഷയങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അത് ബാധകാന്നില്ലാത്ത അവർക്കെടുക്കാം. അതേ സമയത്ത് ഭാര്യ പറഞ്ഞ് ഭർത്താവിനോട് ഉദയത്തിൽ ഒരു ഓയിന്റെ പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു പങ്കാളിയായാൽ അപ്പോ പിന്നെ ഭാര്യക്കും ആ നിയമം പാടില്ല. കൊലക്കാരന്റെ പൈസയാണ് കൊലക്കാരൻ അടുത്ത് കൊടുക്കുന്നത്. മറ്റു കുറച്ച് ആളുകൾ, മക്കളുണ്ട്, ഭാര്യയുണ്ട്. എന്നാൽ അവർക്ക് ആ തേറ്റം ഇത് കൽപ്പന ബാധകല്ല. മുടിയെടുക്കരുത്, നഗെടുക്കരുത് എന്ന നിയമം കൊലക്കാർക്ക് ബാധകല്ല എന്നതാണ്. അല്ലാതെ പിന്നെ മക്കള് ഭാര്യക്കാരായ മക്കളാണ്. ഒരു പാപ്പയോട് പറഞ്ഞു, പാപ്പ എന്റെ ഒരു ഓതിന്റെ പൈസ ഞാൻ തരാം, പിന്നെന്താ പറഞ്ഞു ഞാൻ തരാം. എന്നാൽ അത് അവർക്ക് സുന്നത്തായില്ലായി, അവർക്കും സുന്നത്തായില്ലായി, പിന്നെ സുന്നത്തീഫായല്ല. ഒരാൾ പൈസ കൊടുത്തിട്ട് അവർക്കാണ് പറഞ്ഞു കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ അവർക്ക് ഈ നിയമം ബാധകല്ല. പിന്നെ സുന്നത്ത് കിഫായ അവരിന്നും വേണ്ടി എന്നതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു മസാല പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരുപാട് മസാലകൾ നമുക്ക് ഉദയത്തിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങളിലായിട്ട് പഠിക്കാം. ഏത് മൃഗാവണം, എങ്ങനത്തതാവണം, ഇറച്ചി എന്താക്കണം, ആർക്ക് കൊടുക്കണം, നമുക്ക് തിന്നാൻ പറ്റുമോ, അങ്ങനെ കുറെ മസാലകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പടച്ചറബ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ വലിയ സുന്നത്ത് മുഅക്കദയായ ആ വലിയ അമൽ ചെയ്യാനുള്ള എല്ലാവിധ സാമ്പത്തികമായ സഹായങ്ങളും പടച്ചറബ് നീ ചെയ്തു തരണേ അല്ലാഹ്. ഇതുവരെയായി ജീവിതത്തിൽ ഒരുപാട് കൊല്ലങ്ങൾ ഇടവിടാതെ ഉദയക്കാലത്ത് കൊടുത്ത ആളുകളുണ്ട്. പടച്ചവനെ ആ എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇനിയും പടച്ചവനെ അത് ചെയ്യാനുള്ള സഹായം ഞങ്ങൾക്ക് നീ ചെയ്തു തരണേ റഹ്മാനെ. അടുത്തുകൊടുത്ത മൃഗങ്ങൾ ആഹ്ലത്തിലെത്തുമ്പോ ഞങ്ങള് സിറാത്തിലൂടെ മഹ്ശറയുടെ മുറ്റത്തിലൂടെ ചുമന്നു കൊണ്ടുപോകുന്ന വാഹനങ്ങളായി ആ ഉദയത്തെ മൃഗങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബക്കാരിൽ നിന്ന്, നമ്മുടെ പരിസര നാടുകളിൽ നിന്ന്, സ്നേഹിതന്മാരിൽ നിന്ന് അല്ലാഹ് ഒരുപാട് ആളുകൾ ഇക്കൊല്ലം ഹജ്ജിന് വേണ്ടി പോയി. ഇന്ന് പരിശുദ്ധമായ ഹറമിന്റെ മണ്ണില ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. അവർ ചെയ്യുന്ന എല്ലാ അമലുകളും നല്ല റാഹത്തോടെ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെയ്തത് മുഴുവനും നീ കബൂലാക്കണേ അല്ലാഹ്. ഇനി ചെയ്യുന്നതും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ സദസ്സിലും ഹജ്ജ് ചെയ്തവരും പലരുമുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലുണ്ട്. ആ അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ പൊറുക്കണേ റഹ്മാനെ, നീ പൊരുത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം നീ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതമാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗികളായ പലരും രോഗശമനത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരാ. ഏത് രോഗമാണെങ്കിലും ആരൊക്കെ ഞങ്ങളോട് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാ രോഗങ്ങളും, നമ്മുടെ രോഗങ്ങളും, നമ്മുടെ വീട്ടുകാരുടെ രോഗങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. صلى الله